വേണുവേട്ടനാണല്ലോ. തൃപ്പങ്ങോട്ടേക്ക് ചെല്ലുന്ന കാര്യം ചോദിക്കാനാവും. ഹലോ രാധേ, ഞാൻ വിളിച്ച എന്തിനാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇവിടെ എല്ലാരും എനിക്ക് പ്രഷർ തന്നോണ്ടിരിക്കുക. ഞാൻ തീരുമാനം എടുത്തു വേണുവേട്ടാ. എന്ത് തീരുമാനം? ഞാൻ വരികയാണ് തൃപ്പങ്ങോട്ടേക്ക്. ഓ എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാമല്ലേ. തൃപ്പങ്ങോട്ട് ഉത്സവത്തിന് ഉടവാൾ പൂജ നടത്തി പൂർണ്ണ അനുഭവം എടുക്കാൻ രാധ റെഡിയാണെന്ന്? റെഡിയാണ്. ഞാൻ തീർച്ചയായും വരും വേണുവേട്ടാ. ഇവിടുത്തെ എന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്റെ നിയോഗം ആ മണ്ണിലാണ്. ഞാൻ വരും ഉത്സവത്തിന്. അല്ല, എന്താ അവസാനം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലാന്ന് തീർത്തു പറയാൻ പറ്റില്ല. താൽക്കാലികമായി കെട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാര്യാവേഷം അഴിച്ചു വെക്കേണ്ടി വന്നു. അതോടെ എന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ വഴിയൊന്നുമില്ല വേണുവേട്ടാ. ശരി ശരി, കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും രാധ തിരിച്ചു പോരുകയാണെന്ന് മനസ്സിലായി. ഇത് തൃപ്പങ്ങോട്ടുകാരുടെ ഭാഗ്യം മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരും ഒന്ന് അറിയിക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങോട്ട് വരാൻ സമയമാവുമ്പോ പറഞ്ഞാ മതി. ശരി, താങ്ക്സ്. ഞാൻ വിളിച്ചോളാം. ശരി. അമ്മേ, അമ്മ എവിടെയെങ്കിലും പോവാണോ? അതെ, ദൂരെ ദൂരെ ഒരിടത്തേക്ക്. എന്നാ ഞാനും വരട്ടെ, എന്നെയും കൊണ്ടോ? അച്ചോടാ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണല്ലോ അത്. ആണോ? എങ്കിലേ അമ്മ പോയിട്ട് വേഗം വാ. പോയാ വരാൻ പറ്റുമോന്നറിയില്ല. എങ്കിലും നോക്കട്ടെ. ഞാൻ വന്നാലും വന്നില്ലെങ്കിലും എന്റെ മുമ്പ് മിടുക്കനായിട്ടിരുന്നാ മതി. പോകാം. ആരാ? പ്രസാദ് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ, മുകളിൽ ഉറക്കമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പ്രസാദിനെ കാണാൻ വന്നതാ. നാഥ സാർ വന്നെന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് അറിയാം. അയ്യോ, നാഥൻ സാറാണല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ മുരളി, അനുജനാ. ഓ, വരണം സാർ, അകത്തേക്ക് ഇരിക്കാം. ആ മനസ്സിലായി. ആ ചിത്രം ഇങ്ങനെ പോയി. താനല്ലെങ്കിലും സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഐറ്റം ആണല്ലോ. കേട്ടോ? ഓ, വരണം സാർ, വരും. ഹലോ നാഥൻ സാർ, നമസ്കാരം. 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 എന്തായി ഹരി, തന്റെ വിവാഹകാര്യമൊക്കെ? ഞാൻ പ്രസാദിനോട് സംസാരിക്കണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി വരുന്നു സാർ. താമസിയാതെ എല്ലാം നടക്കും. അപ്പോ നമുക്ക് ഉടനെ അത് സദ്യ കിട്ടുമെന്ന് പ്രതീക്ഷിക്കല്ലേ? ഞങ്ങൾ നേരത്തെ പരിചയക്കാരാണ് കേട്ടോ. ദാ ഇദ്ദേഹത്തെ മുമ്പ് ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ല, പ്രസാദിനെ വിളിക്കായിരുന്നെങ്കിൽ നമുക്ക് വന്നാലും സംസാരിക്കായിരുന്നു. ഓ, സാറപ്പ വലിയേട്ടനെ കാണാൻ വന്നായിരുന്നു അല്ലേ? ആ അതെ. പ്രസാദ് ഇവിടെ, ഒന്ന് വിളിക്ക്. ചെറിയ മയക്കത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. സാറിനെന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോഴേ ഊണ് കഴിക്കേണ്ടതാ. ചായ എങ്കിലും കുടിച്ചേ പറ്റൂ. ശരി, എങ്കിൽ ചായ ആവാം. ആയിക്കോട്ടെ. സാർ, ഇങ്ങോട്ടിരിക്കാം. ഹലോ. ആ ഇല്ലടാ. എടാ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നാഥൻ സാർ എന്നൊരാള്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ.
അല്ല സാറേ, എൻ്റെ ഊഹാപോഹം എന്താന്ന് വെച്ചാല് പ്രസാദ് ഈ പടം കണ്ട എന്താ സാറേ? ഭഗവാനെ, ഇത് സുഭദ്രാമയില്ലേ? സുഭദ്ര അല്ലടോ, ഇതാണ് രാധ. പക്ഷേ രാധയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വരും? പ്രസാദിന്റെ ഭാര്യയാണോ രാധ? അപ്പം പ്രസാദിന്റെ ഭാര്യയുടെ പേര് അഞ്ജലി എന്ന. പിന്നെ ഈ ഫോട്ടോ ഇതിലെ സ്ത്രീ? എന്തോ വലിയൊരു വിഷയം നടന്നിട്ടുണ്ട്. അച്യുതിനൊപ്പം ഞാനൊരിക്കൽ പ്രസാദിന്റെ ഭാര്യയെ കണ്ടത് സ്കൂളിൽ വെച്ച്. അത് പക്ഷെ വേറൊരു സ്ത്രീയായിരുന്നു. ആ ശരി ശരി. സോറി കേട്ടോ, എനിക്കൊരു അർജന്റ് കോള് വന്നു, അതുകൊണ്ട് പോയതാ. ഇറ്റ്സ് ഓക്കെ മുരളി. അല്ല, ഇതാരാ ഈ ഫോട്ടോയിലുള്ള ലേഡി? പ്രസാദിന്റെ അച്യുതിന്റെയും കൂടെ. ഇത് അഞ്ജലി ചേച്ചിയാ, പ്രസാദേട്ടൻ്റെ വൈഫ്. അച്യുത് അവരുടെ മോനും. അപ്പൊ രാധയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ എന്തിനും പോന്നവൻ പ്രസാദായിരുന്നു എന്നർത്ഥം. ആ ഇത് ഏട്ടൻ വന്നല്ലോ. എന്റെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ? എവിടെയാണ് നിന്റെ സ്ഥലം? അവൾ എങ്ങനെയാണോ നിന്റെ പെണ്ണാവുന്നത്? എങ്ങനെയൊന്നല്ല, എല്ലാ അർത്ഥത്തിലും ഇവൾ എന്റെ മാത്രം പെണ്ണാ. എന്റെ കൂടെ ജീവിക്കുന്ന, എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ്. ഹലോ സർ, നമസ്കാരം. ശരിക്കും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയി പോയല്ലോ. ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സാറിനെ. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നാള്. എന്താ സർ, മനസ്സിലായില്ല? അല്ല, താനിവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന്. ഓ ആ, സാറിരിക്കും. എന്താ വന്നത്? അല്ല, ഞങ്ങൾ ചിത്രം. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വഴി പോയപ്പോൾ കാണാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. ആണോ? വലിയ സന്തോഷം. കൃത്യസമയത്ത് അഞ്ജലി അച്ചു ഇവിടെ ഇല്ലാതെ പോയെന്നേ ഉള്ളൂ. അവൾ അച്ചുവിനെ കൊണ്ടുവിടാൻ സ്കൂളിലേക്ക് പോയതാ. അപ്പൊ അതാണല്ലേ അഞ്ജലി? ആ അതെ സർ. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല അല്ലേ? ഫോണിൽ സംസാരിച്ചല്ലാതെ. അന്ന് പൂജയ്ക്ക് വീട്ടിൽ വന്നപ്പോഴും സാർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ അതെ, ബാഡ് ലക്ക്. സാരമില്ല, താമസിയാതെ കാണാം നമുക്ക്. എന്തായാലും ഞങ്ങളിപ്പോൾ പോവാ. പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. സാറൊന്ന് ഇരുന്ന് വല്ലതും കഴിച്ചിട്ട്. പുഷ്പൻ ചേട്ടാ ചായ എടുക്കാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനേ ഒരു അർജന്റ് കാര്യം ഇപ്പോഴാണ് ഓർത്തത്. പോവാ, പിന്നീട് വീണ്ടും വന്നോ. വാ മണിച്ച, കമോൺ. അവര് പോയോ? ആ, അവര് പോയി. അത് ശരി. ഒരു കപ്പ് ചായ കുടിക്കാൻ സമയമില്ലാത്തവര് പിന്നെ എന്തിനാ കയറി വന്നത്? അവരുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. വന്ന കാര്യം വേണ്ടാന്ന് വെച്ചിട്ടാ അവരിപ്പോ തിരിച്ചു പോയത്.
മണിച്ചന് മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന്? സത്യം പറഞ്ഞ ഇപ്പോഴും ഒന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല സാർ. അവിടെ ആ വീട്ടിലുള്ളത് രാധ തന്നെയാണോ അതോ അഞ്ജലി? രാധ തന്നെയാണോ അത്? ഇത്രയും നാൾ നമ്മുടെ മൂക്കിൻ കീഴിലൂടെ നടന്ന് വെല്ലുവിളി ഉയർത്തിയ അവളുടെ രക്ഷകൻ പ്രസാദും. അവന്റെ പേര് വെറും പ്രസാദ് എന്നല്ല, കൃഷ്ണപ്രസാദ് എന്നാ. ഞാൻ എന്റെ പേര് മേഘനാഥൻ എന്നത് മറച്ച് നാഥനായതുപോലൊരു കള്ളത്തരം. പക്ഷെ അവിടെ ഉള്ളവർ ആ കുട്ടിയെ രാധയെന്നല്ലല്ലോ പേര് പറഞ്ഞത്, അഞ്ജലി എന്നല്ലേ? അവിടെയാണ് എനിക്കും കാര്യങ്ങൾ സങ്കീർണമാവുന്നത്. കൂടെയുള്ളയാൾ പഴയ കൃഷ്ണനാണെന്ന് അവൾക്ക് മനസ്സിലായില്ലേ എന്നാണ് എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ താൻ തൃപ്പങ്ങോട്ട രാധയാണെന്നുള്ള കാര്യം അവളും അവനോട് മറച്ചു വെക്കാനാണ് സാധ്യത. കറക്റ്റ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഞാൻ മേഘനാഥനാണെന്നോ ഇത്രയും നാളും രാധയെ ഫോളോ ചെയ്തവനാണെന്നോ പ്രസാദിന് അറിയില്ല. അതാണ് അയാൾ ഭാര്യയെ കാണിച്ചു തന്നതും ഫോണിൽ സംസാരിപ്പിച്ചതും. എന്ന് മാത്രമല്ല, അന്ന് അഖണ്ഡ നാരീ പൂജ നടത്തിയപ്പോ പോലും അയാളും ഭാര്യയും ഒരു വിസമ്മതവും കൂടാതെ വീട്ടിൽ വന്നു എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. അതെ, തീർച്ചയായിട്ടും. ആലോചിച്ച് നോക്ക്, അന്ന് രാധയെ അന്വേഷിച്ച് നമ്മളുമായി NN സിസ്റ്റേഴ്സും തെരുവിലൂടെ അലഞ്ഞു നടന്നപ്പോ അവര് രണ്ടുപേരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ദാമ്പത്യ പൂജ പൂർത്തിയാക്കാൻ. ഭഗവാനെ, ശരിയാണല്ലോ. എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. അവന്റെ ആ വീട്ടിലേക്ക് പോകുന്ന ഈ വഴിയിൽ കാത്തിരിക്കുക. മകനെ വിളിക്കാൻ പോയ അവരുടെ അഞ്ജലി തിരിച്ചു വരുമ്പോ നമ്മൾ ഈ കാറിലിരുന്ന് തീർച്ചപ്പെടുത്തുക അത് തൃപ്പങ്ങോട്ട് രാധയാണോ അല്ലയോ എന്ന്. അതിനാണ് ഞാൻ ഈ വണ്ടി വഴിയിൽ നിർത്തിയത്. എൻ്റെ അമ്മേ, തേടിയ പള്ളി കാലിലും കഴുത്തിലും ചുറ്റുപോലെ ആയല്ലോ ഇത്. സാറേ, അങ്ങോട്ട് നോക്കി. കണ്ടോളൂ, താൻ നേരിട്ട് കണ്ടോ? ഇനി പറ അത് രാധയാണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന്? സംശയിക്കാൻ ഒന്നുമില്ല സാർ, ഇത് രാധ തന്നെ. യെസ്, തൃപ്പങ്ങോട്ട് രാധ തന്നെ. ഞാൻ അവളെ അന്വേഷിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോ അവളിവിടെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു, മകനും ഭർത്താവുമായിട്ട്. ഇനി വേണം ഒന്നിന് പകരം 3 എണ്ണത്തിനെയും തീർക്കാൻ. ദൈവമേ, അത്രയ്ക്ക് വേണോ സാർ? വേണം 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 മണിച്ച. ഏതായാലും എല്ലാത്തിൻ്റെയും താവള എവിടെയാണെന്ന് പിടികിട്ടിക്കഴിഞ്ഞല്ലോ. ഇരകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനിയിപ്പം വല വീശിയാൽ മാത്രം മതി. അത് എപ്പോ എങ്ങനെ വേണമെന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂ. കുരുതിയാണ് മണിച്ച, കൂട്ടക്കുരുതി. ഒരാളും രക്ഷപ്പെടില്ല. ഇനി രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഈ മേഘനാഥൻ. ചായ. ആഹാ, പുഷ്പൻ ചേട്ടനെ വിളിച്ചപ്പോ താനാണോ ചായ കൊണ്ടുവരുന്നത്? എനിവേ, താങ്ക്സ്. പ്ലീസ്, എന്നോടിനി ഇത്തരം ഫോമൽ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അതെന്താ? കൃഷ്ണേട്ടൻ എനിക്ക് അന്യനല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പോകും വരെയെങ്കിലും മനസ്സുകൊണ്ട് രാധയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൊതിയുണ്ട് എനിക്ക്. എന്താണ് മറുപടി അറിയാത്തെ?
ആഹാ, അത് ഇത്തരം ഫോർമാലിറ്റീസ് സംസാരിക്കുമ്പോൾ നമ്മൾ തീർത്തും അന്യരാണെന്ന് തോന്നും. എന്തോ അതെന്നെ വേദനിപ്പിക്കുന്നു. അയ്യോ, അങ്ങനെ കരുതരുത്. എല്ലാവരും എല്ലാം അറിഞ്ഞതുകൊണ്ട് ഭാര്യയും ഭർത്താവും എന്ന മുഖംമൂടി ഇനി ആവശ്യമില്ല. സത്യം പറഞ്ഞാ ഇനി നമുക്കിടയിൽ വെറുമൊരു ബിസിനസ് പാർട്ണർഷിപ്പ് മാത്രമേ ഉള്ളൂ. ഡീപ്പായിട്ട് ആലോചിച്ച കുറച്ച് വിഷമമൊക്കെ കാണും, പക്ഷേ അതാണ് പരമമായ സത്യം. അതല്ല പരമമായ സത്യം. അത് നമ്മൾ രാധയും കൃഷ്ണനും ആണെന്നുള്ളതാണ്. ഇത്രയും നാളും ഒരുമിച്ച് കഴിഞ്ഞിട്ടും നമ്മളെ തിരിച്ചറിഞ്ഞില്ലെന്നുള്ളതാണ്. കസ്തൂരിമാനെ പോലെ കസ്തൂരി സ്വന്തം ശരീരത്തിൽ നിന്നാണെന്നറിയാതെ നാലു ചുറ്റും സുഗന്ധം അന്വേഷിച്ചു നടന്നു. ഒടുവിൽ ഞാൻ മാത്രം അത് തിരിച്ചറിയുമ്പോൾ പറയാനാകാത്ത വീർപ്പുമുട്ടലും വേദനയും. അതാണ് നമുക്കിടയിലെ പരമമായ സത്യം. കൃഷ്ണേട്ടനത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇത് താനൊന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഇപ്പൊ കിട്ടിയ ഒരു ഇവന്റിന്റെ ഓർഡറാ. ഒരുപക്ഷെ അമ്മ ഇവന്റ്സിന് ഇന്നുവരെ കിട്ടിയ ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയും. ഒരു ഏകദേശ കണക്ക് ഞാൻ നോക്കിയപ്പോൾ തന്നെ 1,35,00,000 രൂപയുടെ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഇനി താൻ വേണം ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്യാൻ. അമ്മ ഇവന്റ്സ് മാത്രമല്ല, അഞ്ജലി കാറ്ററിംഗ് കൂടി ചേർന്നുള്ള പ്രപ്പോസലാണ് കേട്ടോ. സോറി പ്രസാദേട്ടാ, എനിക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്നല്ല, തൽക്കാലം ഒന്നും എന്നെ ഏൽപ്പിക്കരുത്. എനിക്ക് അല്പം ഫ്രീ ആവണമെന്നുണ്ടിപ്പോ, അതാ. ഓക്കെ, തൻ്റെ മൂഡ് എനിക്ക് മനസ്സിലായി. ഇവിടെ നടന്ന സംഭവങ്ങളുടെ ഷോക്കിലാണ് താനിപ്പോഴും. സാരമില്ല, അതൊക്കെ മാറും. പക്ഷേ തൽക്കാലത്തേക്കെന്ന് പറഞ്ഞാൽ ഇത് എത്ര നാളത്തേക്കാണെന്നൊന്നും അറിഞ്ഞ കൊള്ളായിരുന്നു. ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, അതോ ഇനി അങ്ങോട്ട് മുഴുവൻ ഇതായിരിക്കുമോ? എന്റെ ഈശ്വര, ഞാൻ എങ്ങനെയാ ഇതിനൊരു മറുപടി പറയുന്നത്? ട്രിപ്പ് അങ്ങോട്ട് പോയാ ഞാനിനി ജീവനോടെ വരുമോ എന്ന് പോലും അറിയില്ല എനിക്ക്. ഒരു വർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഉത്സാഹത്തോടെ മുന്നിട്ട് നിൽക്കുന്ന ആളായിരുന്നു താൻ. എന്നിട്ട് ഇപ്പോഴീ നിസ്സാരമായ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം താൻ ഇതിൽ നിന്ന് ഒഴിവാകുകയാണെന്നാണ്, എന്നേക്കുമായി. എന്താ നിന്റെ പ്രശ്നം? ഞാൻ നമ്മുടെ കല്യാണ നാടകത്തിന്റെ കാര്യം പുറത്തു പറഞ്ഞതാണോ? അല്ല, ഒരിക്കലുമല്ല. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തോ ചിന്ത തന്റെ മനസ്സിലുണ്ട്. ഉണ്ട്. ഓ, സന്തോഷം. ഉണ്ടെന്ന് സമ്മതിച്ചല്ല. ഇനി അത് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സോറി, ഇപ്പൊ പറയാൻ നിവൃത്തിയില്ല. തുടങ്ങി പിന്നെ രഹസ്യങ്ങൾ. അല്ല, ഇതെല്ലാം തനിക്ക് എന്നാ വെളിപ്പെടുത്താൻ കഴിയുന്നത്? ഞാൻ മരിക്കും മുമ്പെങ്കിലും തനിക്കൊന്ന് വാ തുറക്കാൻ പറ്റുമോ? വേണ്ട, അങ്ങനെയൊന്നും പറയില്ല. ഞാൻ മരിച്ചോളാം. എന്നാലും കൃഷ്ണേട്ടന് ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണേട്ടന് താനിത് രണ്ടാം തവണയാണല്ലോ അങ്ങനെ വിളിക്കുന്നത്. സോറി, പ്രസാദേട്ടന്റെ മുഴുവൻ പേര് കൃഷ്ണപ്രസാദ് ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓവർ സ്വാതന്ത്ര്യം കാണിച്ചെങ്കിൽ ഐ എം സോറി. അഞ്ജലി, താൻ ആകെ വലിയൊരു രഹസ്യം പോലാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് മനസ്സിലാവാത്ത വലിയൊരു രഹസ്യം. എല്ലാ മനുഷ്യരും ഓരോ രഹസ്യങ്ങളാണ് പ്രസാദേട്ട. ദാ, നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഈ താലിമാല പോലും മറ്റുള്ളവർക്കിടയിലെ നമ്മുടെ രഹസ്യമായിരുന്നില്ലേ? ഇപ്പോഴത് പുറത്തറിഞ്ഞിട്ടും ഞാനത് ഊരിയറിയാത്തത് എനിക്ക് പ്രസാദേട്ടനോടുള്ള ഹൃദയബന്ധം മായാത്തതുകൊണ്ടാ. പ്രസാദേട്ടനത് അമ്മ ഇവന്റ്സും അഞ്ജലി കാറ്ററിംഗുമായിട്ടുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് മാത്രമായിരിക്കും. എന്നാ എനിക്കതല്ല. അഞ്ജലിയും പ്രസാദുമായിട്ടുള്ള ഹൃദയബന്ധമാണ്, ആത്മബന്ധം. അതിനെ അളക്കാൻ പ്രസാദേട്ടൻ മേലാൽ ലക്ഷങ്ങളുടെ കണക്കും കൊണ്ട് വരരുത് പ്ലീസ്.
ഒറ്റ ഒരെണ്ണവും രക്ഷപ്പെടരുത്. അതിനാ ഞാൻ തന്നെ നിന്റെയൊക്കെ കൂടെ വന്നത്. ശരി സാർ. എത്രയൊക്കെ ഒളിച്ചു വച്ചാലും ഒരു നാൾ സത്യം മേഘന്റെ മുന്നിൽ തെളിഞ്ഞു വരുമെന്ന് ഇവറ്റകളൊക്കെ മറന്നുപോയി. പിന്നെ ആരോടും ക്ഷമയില്ല, പാകപോക്കൽ മാത്രം. ചെന്ന് തീർക്കട എല്ലാവരെയും. എനിക്ക് ജീവനോടെ വേണ്ടത് അവളെ ഇത്രയും നാളും സംരക്ഷിച്ച അവനെ മാത്രമാ. ആഹാ, നാഥൻ സാറായിരുന്നു. എന്താ ഈ രാത്രിയില്? ആരാ ഇവരൊക്കെ? എന്താ എന്താണ്? എന്താ? ആരാ നിങ്ങളൊക്കെ? ചേട്ടാ, അഞ്ജലി,